ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു പ്രോറാറ്റ അലോട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രോറാറ്റ അലോട്ട്മെന്റ്. എന്താ പ്രോറാറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ, കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും എക്സസ് ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും കമ്പനി ഒരു ഡിസിഷൻ എടുക്കും. അത്രയും ആപ്ലിക്കേഷൻ തന്ന ആൾക്കാർക്ക് അവർ അപ്ലൈ ചെയ്ത ഷെയറിന്റെ മാനദണ്ഡത്തിൽ അലോട്ട്മെന്റ് നടത്തും. പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെന്റ് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ESG Limited is a company with an authorized share capital of ₹2 crore in equity shares of ₹10 each, of which 15 lakhs shares have been issued and fully paid on 30th June 2024. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 20 ലക്ഷം ഷെയർ ഉണ്ടായിരുന്നു 10 രൂപ പ്രകാരം. അതിൽ 15 ലക്ഷം ഓൾറെഡി പബ്ലിക്കിന് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, the company the company proposed to make a further issue of 1,30,000 shares of ₹10 each. അപ്പോൾ ഒരു 13 ലക്ഷം രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് റിസോഴ്സ് എന്നുള്ള രീതിയിൽ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അത് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് 2 രൂപ പ്രീമിയത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ പ്രൈസ് ഓഫ് ₹12 each, the arrangements for payment being ₹2 per share payable on application. അത് 1 ജൂലൈയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. 2 രൂപ പ്രകാരം ആപ്ലിക്കേഷൻ. Allotment to be made on 10th July 2024 and a further ₹5 per share including the premium on to be paid. അപ്പോൾ നമുക്കിവിടെ അറിയാം 2 രൂപയാണ് പ്രീമിയം. അപ്പോൾ ഈ 5-ൽ 2 രൂപ പ്രീമിയവും 3 രൂപ അലോട്ട്മെന്റ് മണിയും. അപ്പോൾ മൊത്തം 3 2 5 രൂപ കളക്ട് ചെയ്തു. ആൻഡ് ബാലൻസ് എമൗണ്ട് വിൽ ബി 5. നമ്മൾ ഫേസ് വാല്യൂ നോക്കുവാണെങ്കിൽ ഫേസ് വാല്യൂയുടെ 2 ആപ്ലിക്കേഷൻ, 3 അലോട്ട്മെന്റ്, 3 2 5, ബാക്കി 5 രൂപ എന്ന് പറയുന്നത് നമ്മൾ കോൾ മണിയിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3 സ്റ്റേജ് ഉള്ളു: ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുന്ന. നോക്കുക, 1,30,30,000 ഷെയറിന് വേണ്ടി ഇവിടെ കമ്പനി എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്? ആപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് ഫോർ 4,20,000 ഷെയർസ് ആൻഡ് വേർ ഡെൽറ്റ് വിത്ത് ആസ് ഫോളോസ്. അങ്ങനെ 4,20,000 രൂപ, 4,20,000 ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കമ്പനി അത് ഡിസൈഡ് ചെയ്തത്? അതിന്റെ കമ്പനിയുടെ ഒരു പ്രൊസീജിയർ എന്തായിരുന്നു? ആപ്ലിക്കൻസ് ഫോർ 20,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെന്റ് ഫുൾ. അതുകൊള്ളാലോ, 20,000 പേർക്ക് കംപ്ലീറ്റ്ലി അലോട്ട്മെന്റ് കൊടുത്തു. ഓക്കെ, മൊത്തം 1,30,030,000 ആയിരുന്നു. അതിൽ 20,000 ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു. പോയിട്ട് ഇനി 1,10,000 ഉള്ളൂ. അപ്പൊ അടുത്ത പോയിന്റ് പറയുന്നതാണ് ആപ്ലിക്കൻസ് ഫോർ 1 lakh ഷെയർസ്. 1 ലക്ഷം ഷെയർ ചോദിച്ച ആൾക്കാർക്ക് റിസീവ്ഡ് ആൻ അലോട്ട്മെന്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 2 അപ്ലൈഡ് ഫോർ. 2 ചോദിച്ചവന്മാർക്ക് 1 കൊടുത്തു. അപ്പൊ ഇവിടെ എത്ര പോകും? 1 ലക്ഷത്തിന് പകുതിയെ പോകും, 50,000 ഷെയർ. അപ്പൊ നോക്കുക, 1,10,000 നമുക്കുണ്ടായിരുന്നു മിച്ചം. അപ്പൊ 1,10,000 നിന്ന് 50,000 പോകുമ്പോൾ 60,000 ആണ് മിച്ചം. ആ 60,000 ആയിരിക്കും ബാക്കി വരുന്ന ആൾക്കാർക്ക്. അപ്പൊ ഇവിടെ എത്ര? 1,20,000 ആൾക്കാർ കഴിഞ്ഞു. 4,20,000, ബാക്കി 3 ലക്ഷം ഉണ്ട്. ആപ്ലിക്കൻസ് ഫോർ 3 lakh ഷെയർസ് റിസീവ്ഡ് an allotment of 1 share for every 5 shares applied for. അതുകൊള്ളാലോ, 5 ഷെയർ ചോദിച്ചവന്മാർക്ക് 1 ഷെയർ കൊടുക്കുന്നു. ഈ 3 ലക്ഷം ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുമ്പോൾ 60,000 ആണ്. നമുക്കത് എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. The money due on final call was received on the due date. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ സമയത്ത് വന്നിരിക്കുന്ന എമൗണ്ട് അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ തേർഡ് പോയിന്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കുറച്ചും കൂടെ നമുക്കൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കൻസ് ഫോർ 3 lakh shares received an allotment of 1 share for every 5 shares applied for. നമ്മൾ പറഞ്ഞു, the money due on allotment was retained by the company. അലോട്ട്മെന്റിൽ എത്ര രൂപ വരുന്നുണ്ടോ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The excess being returned to applicants. അലോട്ട്മെന്റിന് ശേഷം വീണ്ടും പൈസ കിടപ്പുണ്ടെങ്കിൽ നമുക്കതറിയാം, വേണമെന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ കമ്പനി കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് വെച്ചില്ല. പകരം എന്ത് ചെയ്യുന്നു? പകരം കമ്പനി അത് ആപ്ലിക്കൻസിന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ചെറിയ ഒരു വർക്കിംഗ് നോട്ടിന് പ്രസക്തിയുണ്ട്. ആ വർക്കിംഗ് നോട്ട് കൃത്യമായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം.
ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വർക്കിംഗ് നോട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 3 കേസായിട്ടാണ്, 20,000-ന്റെയും അതുപോലെ 1 ലക്ഷവും അതുപോലെ 3 ലക്ഷവും. ഓക്കെ, 20, 1, 3 ആ രീതിയിൽ തന്നെയാണ്. നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്, ആദ്യത്തെ കേസിൽ 20,000 ആണ്, അടുത്ത കേസിൽ അത് 1 ലക്ഷമാണ്, മൂന്നാമത്തെ കേസിൽ അത് 3 ലക്ഷമാണ്. ഡിസിഷൻ പറയുന്നുണ്ട് ആദ്യത്തെ ആൾക്കാർക്ക് എത്ര, അത് കംപ്ലീറ്റ് അലോട്ട് ചെയ്തു, ഇവിടെ പകുതിയാണ്, ഇവിടെ 1/5 ആണ് മൂന്നാമത്തെ കേസിൽ. 20,000 അലോട്ട് ചെയ്തു, 50,000 അലോട്ട് ചെയ്തു. ഇവിടെ വരുമ്പം 3 ലാഖിന്റെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 60,000 ആണ് വരുന്നത്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. ഡിവൈഡഡ് ബൈ 5 into 1, so 60,000. നമുക്ക് ഇവിടെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? 4,20,000. ഇതിന്റെ ടോട്ടൽ എത്രയായിരിക്കും? 1,30,000. ഇനി നമ്മളോട് ചോദിക്കും നമുക്ക് ഇവിടെ എന്താണ് ആപ്ലിക്കേഷന്റെ അലോട്ട്മെന്റിന്റെ ഒക്കെ പൈസ ഒന്ന് കൺസിഡർ ചെയ്ത് പോകാം. നമുക്കറിയാം ആപ്ലിക്കേഷനിൽ എത്രയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത്രയും ഷെയറിന്റെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കുക, ആപ്ലിക്കേഷൻ മണി എത്ര റിസീവ് എന്ന് പറയുന്നത്? ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 2 രൂപ പ്രകാരമാണ്. അപ്പൊ നമുക്കിവിടെ ഒന്ന് നോക്കാം, എത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത്? 20,000. സോ 20,000 into 2. അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത വരുമ്പോൾ 1 lakh into 2, 2 lakh വരണം. Then 3 lakh into 2, 6 lakh കിട്ടുന്നു. ടോട്ടൽ എത്ര വരണ്ടേ? 8,40,000 ആണ് നമുക്ക് ആപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രിയിൽ ഈ എമൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാനൊന്ന് ഒരു എല്ലാ കളറിലിട്ടിരിക്കുകയാണ്, നമുക്കിത് ആവശ്യമാണ്. ഇനി ശരിക്കും ആപ്ലിക്കേഷൻ എത്ര പൈസ വന്നാൽ മതിയായിരുന്നു? അലോട്ട്മെന്റിനനുസരിച്ചുള്ള എമൗണ്ട് വരെ 20,000 വെച്ചായിരുന്നെങ്കിൽ കറക്റ്റ് 1,30,000 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ എമൗണ്ട് ആയിരുന്നു നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. മീൻസ് ഈ നമ്പരും അതുപോലെ തന്നെ 2 രൂപ പ്രകാരം എന്നുള്ള രീതി നമുക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ 20,000 into 2, രണ്ടാമത്തെ കേസിൽ 50,000 into 2, മൂന്നാമത്തെ കേസിൽ 60,000 into 2. അപ്പം നമുക്ക് മൊത്തം കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 2,60,000 ആയിരുന്നു. പക്ഷെ നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്തു? 8,40,000 അവിടെ കളക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ അലോട്ട്മെന്റിന്റെ ഈ കോളം ഞാൻ ഒന്ന് ഫ്രീസ് ചെയ്തിരിക്കുവാണ്. കാര്യം അലോട്ട്മെന്റിന്റെ പൈസ എത്രയാണ് വേണ്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ എക്സസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സസ് എത്രയാണെന്നുള്ളത് നമുക്ക് റീഫണ്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നോക്കാം. എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്, എത്രയാണോ അലോട്ടഡ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെന്റ് മണി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയാണെന്ന് നോക്കാം. അലോട്ട്മെന്റ് മണി എന്ന് പറയുന്നത് 5 രൂപയാണ് ഇൻക്ലൂഡിങ് പ്രീമിയം. ആ സമയത്ത് പ്രീമിയം കൂടെ കൂട്ടി കളക്ട് ചെയ്യുമ്പോൾ അത്രയും പൈസ കമ്പനിക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 5 വെച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ആദ്യത്തെ കേസിൽ 20,000 into 1, 1 lakh കിട്ടും. അടുത്തത് 50,000 into 5, 2,50,000 ആണ് കിട്ടേണ്ടത്. മൂന്നാമത്തെ കേസിൽ 60,000 into 5, 3 lakh കിട്ടിക്കും. അപ്പൊ മൊത്തം 6,50,000 രൂപയാണ് നമ്മളുടെ അലോട്ട്മെന്റിൽ കൂടെ നമുക്ക് കളക്ട് ചെയ്യേണ്ട പൈസ. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം എക്സസ് ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, അല്ലെ? കറക്റ്റ് എന്താ പറയാ, 20,000 ആൾക്കാർ ആപ്ലിക്കേഷൻ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് അലോട്ട്മെന്റിന്റെ 1,00,000 രൂപ തരാൻ ബാധ്യസ്ഥരാണ്. അടുത്ത ആൾക്കാരെ നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷന്റെ യഥാർത്ഥത്തിൽ 1,00,000 വന്നാൽ മതിയായിരുന്നു, അവർ 2,00,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവർ ബാക്കി എത്ര തന്നാൽ മതി?
1.5 ലക്ഷം രൂപ തന്നാൽ മതി. മനസ്സിലായോ? ഈ രണ്ട് കോളമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ ശരിക്കും കിട്ടേണ്ട പൈസ ഇവരെത്ര കൊടുത്തു? 2 ലക്ഷം കൊടുത്തു. അപ്പൊ എക്സസ് 1 ലാക്ക് ആണ് ഉള്ളത് അല്ലെ. ആ 1 ലാക്ക് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ കൊടുക്കേണ്ട സാഹചര്യത്തിൽ 1 ലക്ഷം കുറച്ചിട്ട് ബാക്കി 1.5 ലക്ഷം രൂപ കൊടുക്കുന്നുള്ളൂ. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷനിൽ 1,20,000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ എത്ര എക്സസ് വന്നിരിക്കുന്നത്? 4,80,000 രൂപയുടെ എക്സസ് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 4,80,000 രൂപയുടെ എക്സസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ 4,80,000 രൂപയുടെ എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, അലോട്ട്മെന്റിനകത്ത് അവർ ഒന്നും തന്നെ കൊടുക്കേണ്ട വരുന്നില്ല. കാര്യം എന്താ? 4,80,000 എക്സസ് കിടക്കുന്ന 3 ലക്ഷം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ 1,80,000 എന്ന് പറയുന്നത് അവരുടെ റീഫണ്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇതും ആവശ്യമാണ് എൻട്രിക്കകത്ത്. എത്രയാണ് ആപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട്? കാര്യം അലോട്ട്മെന്റിന്റെ പൈസ എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ഈ കാറ്റഗറി, തേർഡ് കാറ്റഗറി ആൾക്കാർ തരേണ്ടത്. അവര് ഓൾറെഡി 6 ലക്ഷം തന്നിട്ടുണ്ട്. 1,20,000 മതിയായിരുന്നു. അപ്പം അലോട്ട്മെന്റിൽ ശരിക്കും വേണ്ടിയിരിക്കുന്നത് അവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ലക്ഷമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പൊ ഇവിടെ നോക്കി 6 ലക്ഷത്തിൽ 3 ലക്ഷം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമായിരുന്നു. 1,20,000 രൂപ നമ്മൾ ആപ്ലിക്കേഷന് കൊടുത്ത് പോയിട്ട് 1,80,000 രൂപ എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ കേസിലേക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എക്സസ് ആപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. എക്സസ് ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് വാല്യൂ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളിവിടെ നെല്ല് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാല്യൂസിനൊക്കെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഇട്ട് അങ്ങ് കട്ട് ചെയ്തേക്കുവാണ്. ഇവിടെയാണെങ്കിലോ എത്ര രൂപയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? 1 ലക്ഷം രൂപ. കാര്യം എക്സസ് വന്നിരിക്കുന്ന 1 ലക്ഷമായിരുന്നു. അതുകൊണ്ട് ആ 1 ലക്ഷം രൂപ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചേക്കുക. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു വേർഷനിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ചിന്തിച്ചേക്കുക. ഞാൻ ഇവിടെ ഈ കോളം എഴുതിയിരിക്കുക വെച്ചാൽ ആപ്ലിക്കേഷനോ അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കുള്ളൂ കുറച്ചും കൂടെ ഒരു നമുക്ക് ആ ലോജിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ എത്ര കിടപ്പുണ്ടോ ആ കിടക്കുന്ന രീതിയിൽ നമുക്ക് എത്ര ഇനി കൊടുക്കണം, അതോ ഇനി ഇങ്ങോട്ട് റീഫണ്ട് ചെയ്ത് കിട്ടുമോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എൻട്രി എഴുതി പോകാനായിട്ട് ഒരു പാടുമില്ല. ഫസ്റ്റ് എൻട്രി എന്താ നമുക്ക് വരുന്നത്? ആപ്ലിക്കേഷന്റെ പൈസ കളക്ട് ചെയ്യുകയാണ് അല്ലെ. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ഒക്കെ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്, നമുക്ക് അത്ര സമയം കളയാനില്ലാത്തതുകൊണ്ട്. ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്? ഇവിടെ നോക്കിക്കേ, ആപ്ലിക്കേഷനിൽ എത്രയാ പൈസ റിസീവ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് 8,40,000 എന്നുള്ള കാര്യം എഴുതിപ്പോ. 8,40,000 സെയിം എമൗണ്ട് തന്നെ നമുക്ക് എടുക്കും. 8,40,000. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ നറേഷൻ കൊടുക്കാം. എന്താണ്? application money received for a 4,20,000 shares. ശരിയല്ലേ? ഇനി ഈ ആപ്ലിക്കേഷൻ മണി നമ്മൾ എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യുന്ന? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക്. സോ equity share application account letter
ടു equity share capital account നിങ്ങൾ നോക്കൂ ഇവിടെ നമുക്ക് 8,40,000 ആണ് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 8,40,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണ് പോകേണ്ടത് 1,30,000 into 2 അല്ലേ 2,60,60,000 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഈ എമൗണ്ട് ആണ് കേട്ടോ. അതിനാൽ ഞാൻ ഇങ്ങനെ ഇവിടെ എമൗണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ ഒരു വർക്കിംഗ് നോട്ട് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. 2,60,000. ഇനി എത്രയാണ് റീഫണ്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്? റീഫണ്ട് ചെയ്തിരിക്കുന്നത് 1,80,000 അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് 4,00,000 ആണ്. അപ്പൊ നമുക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് account 4,00,000. Then ബാലൻസ് വരുന്നത് എങ്ങോട്ട് നമ്മൾ പറയുന്നത് റീഫണ്ട് ചെയ്യുവാണ് അല്ലേ? അവിടെ ഇങ്ങോട്ട് തന്നെ നമ്മൾ റീഫണ്ട് ചെയ്യണം. ഇവിടെ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വരച്ചിരിക്കുന്നത്. എത്രയാണ് റീഫണ്ട് ചെയ്യുന്നത്? 1,80,000. അപ്പൊ നമുക്കിവിടെ നറേഷനകത്ത് പറയാം കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ മണി നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു, ഫോറായിട്ട് അലോട്ട്മെന്റ് നടത്തി, അതിനുശേഷം റീഫണ്ട് വന്നിരിക്കുന്നു. പ്രോറാറ്റ നിങ്ങൾ വിശദമായിട്ട് എഴുതിക്കോണേ. അലോട്ട്മെന്റ് ആൻഡ് റീഫണ്ട് ഡൺ. ഞാനൊന്ന് ഷോർട്ടൻ ചെയ്തെന്നുള്ളേ ഉള്ളൂ, സമയം നമുക്കില്ല, അതുകൊണ്ടാണ്. കാര്യം വലിയ ലെങ്തി വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര പ്രയാസമാണ്. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടത്? നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും എത്രയാണ് അലോട്ട്മെന്റ് വേണ്ടിയിരിക്കുന്നത്? 6,50,000 ആണ് ഡ്യൂ എൻട്രി എഴുതുന്നത്. അപ്പൊ നമുക്ക് എൻട്രി എഴുതാം. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് debtor to equity share capital account ഇവിടെ എപ്പോഴും എത്ര എമൗണ്ട് വരേണ്ടത്? 1,30,000 into 3 ആണ് വരുന്നത്. ഓക്കെ, നമുക്കിവിടെ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുമ്പോൾ 5 രൂപ വെച്ച് നമുക്ക് ഡ്യൂ ആക്കണം. അത് ഞാൻ പറഞ്ഞു, മൊത്തം 6,50,000 രൂപയാണ്. ക്യാപിറ്റലിലേക്ക് പക്ഷെ എത്രയാ പോകേണ്ടത്? ക്യാപിറ്റലിൽ പോകേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,30,000 into 3 എന്നുള്ള രീതിയിലാണ്. കാര്യം 3 രൂപയാണ് നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്നത്, 2 രൂപ പ്രീമിയമാണ്. സോ 3,90,000 1,30,000 into 3, 3,90,000. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് എങ്ങോട്ടാ പോകേണ്ടത്? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇതിന്റെ ബാലൻസ് എത്രയാണ് വരുന്നത്? 2,60,60,000 ആണ് ബാലൻസ് വരുന്നത്. 6,50,000 3,90,000 അല്ലെങ്കിൽ 1,30,000 into 2 എന്ന് പറയുന്നത് അത് 2,60,60,000 രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നറേഷൻ എഴുതുവാണെങ്കിൽ എന്താണ്? അലോട്ട്മെന്റ് മണി ഡ്യൂ, അലോട്ട്മെന്റ് മണി ഡ്യൂ. നമുക്ക് വളരെ കാര്യമായിട്ട് വളരെ ഷോർട്ടൻ ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇനി ഇതിന്റെ പൈസ കളക്ട് ചെയ്യുവാണ്. എത്ര രൂപയെ കളക്ട് ചെയ്യുന്നുള്ളൂ? അലോട്ട്മെന്റിന് 6,50,000 രൂപയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയേ ഉള്ളൂ? 2.5. കാര്യം ആപ്ലിക്കേഷൻ സമയത്ത് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ?
സോ ബാങ്ക് അക്കൗണ്ട് അറ്റ് 2,50,000 നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്. ₹2,50,000. എന്താ നമുക്ക് നറേഷൻ കൊടുക്കാവുന്നത്? അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. അപ്പൊ ഇനി ലാസ്റ്റ് ഫൈനൽ കോളിന്റെ മാത്രമാണ് നമുക്ക് ഇനി വരുന്നത്. ഫൈനൽ കോൾ എത്രയാണ് പറഞ്ഞിരിക്കാൻ പറയാം? ₹5 അല്ലെ? അപ്പൊ നമുക്ക് ഫൈനൽ കോൾ നമുക്ക് ഒന്ന് ഡ്യൂ എൻട്രി എഴുതാം. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എത്രയാണ്? 1300. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1300 × 5 എന്ന് പറയുന്നത് 6,50,000 ആണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണമെന്നില്ല കേട്ടോ. അപ്പം 6,50,000 ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ഇവിടെ അങ്ങോട്ട് കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ 6,50,000. നറേഷൻ എന്താണ് നമുക്ക് കൊടുക്കാവുന്നത്? കോൾ മണി ഡ്യൂ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ഫൈനൽ കോൾ മണി ഡ്യൂ ഫോർ 1,30,000 ഷെയർസ് അറ്റ് റേറ്റ് ഓഫ് ₹5 ഈച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് പൈസ കളക്ട് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. എത്രയാ? 6,50,000 നമ്മൾ കളക്ട് ചെയ്യും. നറേഷൻ എന്താണ്? ഫൈനൽ കോൾ മണി റിസീവ്ഡ്. എനിക്ക് എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻട്രി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ, ദെൻ അത് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അലോട്ട്മെന്റിലേക്ക് വരുന്നു, റീഫണ്ട് വരുന്നു. സോ സെക്കൻഡ് എൻട്രിയിൽ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, 2 ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് ടു ബാങ്ക്. അലോട്ട്മെന്റ് പിന്നെ ഡ്യൂ ആക്കുന്നു. അവിടെ ക്യാപിറ്റലും വേണം, പ്രീമിയം എമൗണ്ടിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുമ്പോൾ എത്രയാണ് ആക്ച്വൽ എമൗണ്ട് കളക്ട് ചെയ്യുന്നുള്ള കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി നിങ്ങൾ എഴുതിക്കണം. ദെൻ നമ്മൾ ഫൈനൽ കോൾ ഡ്യൂ ആക്കുന്നു. അതിനുശേഷം ഫൈനൽ കോൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഒന്ന് നോക്കിക്കോണം. നല്ല രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർസിനെ ബേസ് ചെയ്ത്, പ്രോറാറ്റെ ബേസ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇത്തിരി ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ഒരു എന്താ പറയുക മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മൈൻഡ് അപ്ലൈ ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറയാം. ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തു പോകാനുള്ളത്. അപ്പൊ എല്ലാവരും നോക്കൂലല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് കമന്റിൽ ഒന്ന് കാണിച്ചേക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ അത് അഡ്രസ് ചെയ്തോളാം. അപ്പോൾ ആയിക്കോട്ടെ. താങ്ക് യു.